സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് ഹൻസിക കൃഷ്ണ. സഹോദരിമാരെ പോലെ കേരളത്തിലെ ഏറ്റവും ജനശ്രദ്ധ ലഭിക്കുന്ന ഇൻഫ്ലുവൻസർമാരിൽ ഒരാൾ തന്നെയാണ് ഹൻസിക. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഹൻസിക. കോളേജിലെ വിശേഷങ്ങൾ ഹൻസിക എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഹൻസികയുടെ കോളേജ് വ്ളോഗുകളിലെ മാറ്റങ്ങൾ ആരാധകർ ചൂണ്ടിക്കാണിക്കുകയാണ്. പഴയ സുഹൃത്തുക്കളെ ഒന്നും തന്നെ ഇപ്പോൾ ഒപ്പം കാണാറില്ല. കോളേജ് സൗഹൃദങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പല വ്ളോഗുകളിലും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ വ്ളോഗിൽ ഇതേക്കുറിച്ച് ഹൻസിക തുറന്ന് സംസാരിക്കുകയാണ്. കോളേജിലെ ആദ്യ ദിവസം ഞാൻ വിചാരിച്ചത് എനിക്ക് കോളേജ് ഒന്നും പറ്റില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ തോന്നുന്നത് ഫസ്റ്റ് ഇയർ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാണ്. ഒരിക്കൽ കൂടി കോളേജ് ലൈഫ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മെൻ്റലി സ്ട്രോങ് ആകണം. ആരാണ് പാമ്പ് എന്ന് മുൻകൂട്ടി കാണാനുള്ള കഴിവ് വേണം. എല്ലാവരുടെയും കോളേജ് ലൈഫ് ഇങ്ങനെയല്ല, പക്ഷേ ഒരുപാട് പേർക്ക് അങ്ങനെയാണ്. ആദ്യ വർഷം നമ്മൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കും, നമ്മൾ ബഡ്ഡീസാണ് എന്ന് കരുതും. എനിക്കിപ്പോൾ 2-3 പേർ അങ്ങനെ പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരുമായി സംസാരിക്കാറുണ്ട്. നല്ല കുറേ പിള്ളേരെ പരിചയപ്പെടുകയും ചെയ്തു. അല്ലാതെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് ഞാൻ കരുതിയവരുണ്ടായിരുന്നു. ഞാൻ അവരോട് വല്ലാതെ കരുണ കാണിച്ചു എന്ന് തോന്നുന്നു. പക്ഷേ അവർ എന്നെ വേദനിപ്പിക്കുകയും ചതിക്കുകയും ചെയ്തു. 2-3 പിള്ളേർ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പെൺകുട്ടികൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിലെ പാമ്പുകൾ മിക്കപ്പോഴും പെൺകുട്ടികളായിരിക്കും. നിരാശപ്പെടുത്തുന്നത് വേറെ 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. വേറെ കോളേജ് വ്ളോഗൊക്കെ ഇടുമ്പോൾ ഈ ഫ്രണ്ട് എവിടെ, ആ ഫ്രണ്ട് എവിടെ എന്ന് ഒരുപാട് പേർ ചോദിക്കും. ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല. കാരണം എനിക്കൊന്നും പറയാനില്ല. ഇവരെൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇല്ല. എന്നെ വിഷമിപ്പിച്ച ആൾക്കാർക്കൊപ്പം വീണ്ടും പോയി നിൽക്കാൻ എനിക്ക് വട്ടാണോ? എന്നെ വേദനിപ്പിച്ചപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. അവരെ ഒഴിവാക്കി. അവരെ സുഹൃത്തുക്കളെന്ന് പോലും പറയാൻ പറ്റില്ല എന്നും ഹൻസിക കൃഷ്ണ തുറന്നടിക്കുകയാണ്. ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു. ഒരാളെ പെട്ടെന്ന് വിശ്വസിക്കരുത് എന്ന് ഈ 2 വർഷത്തിൽ ഞാൻ മനസ്സിലാക്കി. അടുത്തിടെ പരിചയപ്പെട്ട സുഹൃത്തിന് മുന്നിൽ നിങ്ങളുടെ മുഴുവൻ പേഴ്സണാലിറ്റിയും കാണിക്കരുത്. അവർ അവസാനമായിരിക്കും അവരുടെ സൈഡ് കാണിക്കുന്നത്. അങ്ങനെയായിരിക്കും അവർ പാമ്പായി മാറുന്നത്. ഇതൊരു ഘട്ടമാണ്. അവർ അവരുടെ യഥാർത്ഥ നിറം ഇപ്പോൾ തന്നെ കാണിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം അവരെയും വെച്ച് ഞാൻ ലൈഫിൽ സഫർ ചെയ്യണ്ടല്ലോ എന്നും ഹൻസിക പറയുകയാണ്. വ്ളോഗ് ചെയ്യുന്നതിനിടെയുള്ള ചില രസകരമായ കാര്യങ്ങളും ഹൻസിക പങ്കുവയ്ക്കാറുണ്ട്. ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ പിള്ളേർ സൈഡിൽ കൂടി നോക്കുന്നു. പണ്ട് എനിക്ക് വല്ലാതെ തോന്നുമായിരുന്നു. ഇപ്പോൾ അത് കൂടി. പക്ഷേ അത് വ്ളോഗ് ചെയ്യുന്നതിൽ നിന്നും എന്നെ തടയാൻ പാടില്ല എന്നും ഹൻസിക പറയുകയാണ്. ഞാനിന്ന് കോളേജിൽ പുറത്തു പോയി 2-3 പേർ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. ഫാനാണ് എന്ന് പറഞ്ഞു. ഇവരെന്തിനാണ് ഫാനായി പോകുന്നത് എന്ന് അപ്പുറത്തെ പിള്ളേരൊക്കെ വിചാരിക്കുമോ? അത് കാര്യമാക്കുന്നില്ല എന്നും ഹൻസിക പറയുന്നുണ്ട്. തൻ്റെ ചില കൂട്ടുകാരെയും ഹൻസിക വ്ളോഗിൽ കാണിക്കാറുണ്ട്.